തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. തിരുവനന്തപുരവും ആറ്റിങ്ങലും. രണ്ടിടത്തും കേന്ദ്രമന്ത്രിമാരെ തന്നെയാണ് BJP കളത്തിലിറക്കിയത്. തിരുവനന്തപുരത്ത് കേന്ദ്ര IT വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരനാണ് ആറ്റിങ്ങലിൽ ജനവിധി തേടുന്നത്. ജനസാന്നിധ്യം കൊണ്ട് ഇരുവരുടെയും ഇന്നത്തെ പ്രചാരണവും ശ്രദ്ധേയമായിരുന്നു. MK വിനോദ് ചേരുന്നു. വിനോദ്, പ്രചാരണ ചൂടിൽ തന്നെയാണ് കേരളം. കേന്ദ്ര സഹമന്ത്രിമാരാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥികളായി. എന്തായാലും ജനങ്ങളും അവരോടൊപ്പം തന്നെയാണ്. വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. രോഹിണി, തീർച്ചയായും കേന്ദ്രമന്ത്രിസഭയിലെ 2 കേന്ദ്രമന്ത്രിമാർ, മലയാളികളായ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ജനവിധി തേടുകയാണ്. ഒരാൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ, മറ്റേയാൾ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള V മുരളീധരൻ ആറ്റിങ്ങലിലും മത്സരിക്കുന്നു. ഈ 2 മണ്ഡലവും BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഇവർ ഇടം നേടുകയും പ്രചാരണം ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. ഇന്നലെ വൈകിട്ട് വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് വളരെ ഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ന് അദ്ദേഹം പ്രചാരണം തുടങ്ങിയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം, IT രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമാണ് രാജീവ് ചന്ദ്രശേഖർ. മൊബൈൽ ഫോൺ അടക്കമുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യയിലെ തന്നെ വിവിധ നഗരങ്ങളിൽ അത്തരം നവീന സാങ്കേതിക വിദ്യകൾ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള IT വിദഗ്ധൻ കൂടിയാണ് മലയാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെയുള്ള ഒരാൾ തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധിയായി വരുന്നത് തലസ്ഥാന നഗരത്തിന് തന്നെ വലിയ ഗുണം നൽകും എന്നുള്ള ഒരു സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണവും കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രചാരണ യോഗങ്ങളിലെല്ലാം കടുത്ത വേനലിനെ അവഗണിച്ചും നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രചാരണ ചൂടിൽ തന്നെയാണ് കേരളം. MK വിനോദാണ് വിവരങ്ങൾ നൽകിയത്.